നമസ്കാരം ഫുട്ബോൾ പ്രേമികളെ. ഇന്നലെ രാത്രി മാഡ്രിഡിലെ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ യുവേഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ സ്പാനിഷ് കരുത്തരായ അത്ലറ്റിക്കോ മാഡ്രിഡും ഇംഗ്ലീഷ് വമ്പന്മാരായ ആഴ്സണലും ഏറ്റുമുട്ടിയപ്പോൾ മത്സരം ഒപ്പത്തിനൊപ്പം 1-1 പിരിഞ്ഞിരിക്കുകയാണ്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ആഴ്സണൽ മികച്ച നിയന്ത്രണം പുലർത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഡെക്ലാൻ റൈസും മാർട്ടിൻ ഒഡെഗാർഡും മധ്യനിരയിൽ കളി മെനഞ്ഞപ്പോൾ അത്ലറ്റിക്കോ പ്രതിരോധത്തിലായി. ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ, അതായത് 44-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗണ്ണേഴ്സിന് അനുകൂലമായി. നമ്മുടെ വിക്ടർ ഗ്യോക്കറസ് യാതൊരു പിഴവും കൂടാതെ പന്ത് വലയിലാക്കി ആഴ്സണലിനെ മുന്നിലെത്തിച്ചു. പക്ഷേ രണ്ടാം പകുതിയിൽ നമ്മൾ കണ്ടത് മറ്റൊരു അത്ലറ്റിക്കോയെയാണ്. സിമിയോണിയുടെ കുട്ടികൾ കുറച്ചുകൂടി അഗ്രസീവായി കളിക്കാൻ തുടങ്ങി. 56-ാം മിനിറ്റിൽ ആഴ്സണൽ താരം ബെൻ വൈറ്റിന്റെ ഹാൻഡ്ബോളിന് ലഭിച്ച പെനാൽറ്റി ജൂലിയൻ അൽവാരസ് ഗോളാക്കി മാറ്റിയതോടെ മെട്രോപൊളിറ്റാനോ ആവേശത്തിലായി. പിന്നീട് ഗ്രീസ്മാന്റെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടി തെറിച്ചതും ആഴ്സണൽ ഗോൾ കീപ്പർ ഡേവിഡ് റയായുടെ തകർപ്പൻ സേവുകളും മത്സരത്തിന്റെ ആവേശം കൂട്ടി. അവസാന നിമിഷങ്ങളിൽ ഒരു പെനാൽറ്റി ആഴ്സണലിന് അനുകൂലമായി വിധിച്ചെങ്കിലും VAR അത് റദ്ദാക്കിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ടാക്ടിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോയുടെ ഹോം ഗ്രൗണ്ടിൽ നിന്നൊരു സമനിലയുമായി മടങ്ങാൻ കഴിഞ്ഞത് ആഴ്സണലിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ആഴ്സണലിന്റെ ഡിഫൻസീവ് യൂണിറ്റ്, പ്രത്യേകിച്ച് വില്യം സലിബയും ഗേബ്രിയേലും കാട്ടിയ ഒത്തിണക്കം എടുത്തു പറയേണ്ടതാണ്. എങ്കിലും ഫിനിഷിംഗിൽ ഗണ്ണേഴ്സ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.